പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ പുതുതായിട്ട് വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ. ഇപ്പോൾ സാധാരണ വാട്സപ്പിൽ ഒരുപാട് അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചാനലിൽ ആ വാട്സപ്പ് അപ്ഡേറ്റുകളെല്ലാം നമ്മൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റും കിട്ടുന്ന സമയത്ത് തന്നെ ഞാനിത് വീഡിയോ ആക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. എന്തായാലും യൂട്യൂബിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് വാട്സാപ്പിലെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നമുക്കൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ഒരു മെസ്സേജ് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തെ സമയത്ത് ഒരുപാട് നേരത്തെ നമുക്കറിയാം ഗാലറി, ക്യാമറ, ലൊക്കേഷൻ, കോണ്ടാക്ട്, ഡോക്യുമെന്റ്സ്, ആഡിയോ, പോൾ എന്ന് വെച്ചാൽ വോട്ട് ചെയ്യാനുള്ള പോൾ, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ കാണും. ഇമേജിൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു ഓപ്ഷൻ, എഐയുടെ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എഐയിലേക്ക് നേരെ പോകും. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കാര്യം ഇതിൽ മലയാളമില്ല, ഇംഗ്ലീഷാണ്. എഐയിൽ മലയാളമായിട്ടില്ല. നമ്മളിപ്പോൾ ഞാനൊരു ക്യൂട്ട് ഡോഗ് എന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഉടനെ തന്നെ ഒരു ഡോഗിന്റെ പടം ഇതുപോലെ വരും. നമ്മളിതുപോലെ ടൈപ്പ് ചെയ്ത് പോകുന്ന അനുസരിച്ച് നമുക്ക് ഇത് പിക്ചറുകൾ നമുക്കത് മാറി മാറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്കിവിടെ മാറി മാറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പല പല ഡോഗുകളും അത് നമ്മൾ ഏതുമായിട്ട് നമ്മൾ റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതുപോലെ സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ കൊടുത്തതിന് ശേഷം ഇമേജിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ആ കൂട്ടുകാരന് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള പുതിയൊരു ഓപ്ഷൻ ഇത് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും നമുക്കിവിടെ ഇതൊരു നല്ലൊരു അപ്ഡേറ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ എഐയുടെ പുതിയ ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. എം കെ ചോയ്സ്.